ഇപ്പം നമ്മൾ ക്രൂയിസ് ഷിപ്പിൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മൾ ഹനോയ് പോർട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് പേളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയി അവിടെ ജസ്റ്റ് അവിടെ നിന്ന് കയറിയതിനു ശേഷമാണ് ക്രൂയിസ് ഷിപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പേളുകൊണ്ടെന്താ ഗുണം എന്താ? പേളോ അത് നേരെ ഡയമണ്ടിൻ്റെ പവറാണ് ഡയമണ്ടിൻ്റെ പവർ. ഡയമണ്ടിൻ്റെ പവർ ഇതിനൊന്നും ക്യാരക്ടർ വൈസിൽ പവർ ഇല്ലാത്തതാണ് ഞാൻ കാണുന്നില്ല. അത് അവരവിടെ നിന്ന് അതിനകത്തുനിന്ന് എടുക്കുന്നതാണ്. അതിന് നമ്മുടെ നാട്ടിലേക്ക് കറി വെച്ച് തിന്നുന്നത് സാധനമല്ലേ. ഇത് ഹനോയ് പോർട്ടാണ്. ഈ ഹനോയ് പോർട്ട് വഴിയാണ് നമ്മൾ പോകുന്നത് ഷിപ്പിനടുത്തേക്ക്. അങ്ങനെയുള്ള ക്രൂയിസ് ഷിപ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കയറി ഇനി ബാക്കിയുള്ള കാര്യങ്ങളിൽ നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഇപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് എന്താ പ്ലാൻ എന്നറിയത്തില്ല കേട്ടോ. ഞങ്ങൾ കൂടെ കയറി പോരുന്നു എന്ന് അത്രയേ ഉള്ളേ. ഇനി അടുത്ത ഒരു ട്രിപ്പ് എന്തായാലും ഒരു 1 മന്തിനുള്ളിൽ അടുത്ത ട്രിപ്പ് വിയറ്റ്നാമിൽ തന്നെ ഫാമിലിയായിട്ട് വരുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫാമിലിയായിട്ട് കാണാൻ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ക്രൂയിസ് ഷിപ്പിനകത്ത് ഏകദേശം 5 മണിക്കൂർ കടലിനകത്ത് പോകാൻ വേണ്ടി ഇല്ലേ, കടലിനകത്ത് പോകാൻ വേണ്ടി ഞങ്ങൾ അതെന്താ പറയാൻ പറഞ്ഞു. ഇല്ല ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് അറിയത്തില്ല. കാരണം എക്സ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ടൈമാണ്, ഇതിനകത്ത് ഫുഡ് നമുക്കുള്ള ഡ്രിങ്ക്സ് എല്ലാം അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനിയിപ്പം നമുക്ക് വെയിറ്റ് ആൻഡ് സീ. അത് തന്നെ, നമുക്ക് വെയിറ്റ് ചെയ്യാൻ അവിടുത്തെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാം. ഓക്കെ ഇപ്പൊ നമ്മുടെ ക്രൂയിസിന്റെ സ്ഥലത്തേക്ക് പോയിക്കാണ്. ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് അവിടെ ഉണ്ട്. അതൊക്കെയോ ഏജന്റുമാരെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. എവിടൊക്കെയോ ഞങ്ങളുടെ അകത്ത് കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ്. എന്താ വകുപ്പൊന്നും അറിയത്തില്ല. അല്ല ബാക്കിയുള്ളവരൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇരിക്കുകയാണ്. അളിയാ ഹായ് ഹായ് മച്ചാനെ ഹായ് ഹായ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പോകാനുള്ള പരിപാടിയിൽ ഷിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഷിപ്പായിട്ട് ഇവിടെ നിന്ന് നമ്മുടെ കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ കൂട്ടിരിക്കുക നല്ലത്. ഷിപ്പ് വരത്തുള്ളൂ. അതുകൊണ്ട് ഈ അമ്മച്ചിമാർ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ടിക്കറ്റ് ഒന്ന് ചെയ്യാൻ പോവാണ്. ക്രൂസിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എന്തെങ്കിലും തരണോ? അങ്ങനെ ഒരു തന്നിട്ടുണ്ട്. വീഡിയോ കൊള്ളാം കേട്ടോ, സെറ്റപ്പ്. എനിക്ക് നാളെ ഇടാന്ന് വേണ്ട. അങ്ങനെ നമ്മൾ ക്രൂയിസ് എല്ലാ ഹോട്ടൽ സെറ്റപ്പാണ് കേട്ടോ. ക്രൂയിസ് എന്നാണ് എൻ്റെ പേര്. നമുക്ക് പോകാൻ വേണ്ടി വന്നേക്കുന്ന അടിപൊളി ക്രൂയിസുകളാണ്. കൊള്ളാം, എല്ലാ സെറ്റപ്പാണ്. ഇത് അനീഷാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷോർട്സ് വീഡിയോ എല്ലാം ഈ പുള്ളിക്കാരനാണ് എടുക്കുന്നത്. കാരണം പുള്ളിക്കാരൻ മൊബൈൽ പിടിക്കുന്ന ഇതും ഞാൻ ചരിച്ചു. ഇതാണ് ക്രൂയിസ്. അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ. ഹായ് ഹാർമോണി കുറേ ക്രൂയിസ് കിടപ്പുണ്ട് കേട്ടോ. ഇഷ്ടം പോലുണ്ട്. ഒരു സെൽഫി സ്റ്റിക്ക് ഇല്ലാത്തതിനുള്ള പടാപ്പാടാ. നമ്മൾ പോകുന്ന ക്രൂയിസ് എന്ന് പറയുമ്പോൾ ഇതാണ് അപ്പോളോ ക്രൂയിസ്. ഈ ക്രൂയിസാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട്. കുറേ കസേരയും ക്യാമ്പൊക്കെ ഉണ്ട്. എപ്പോൾ എടുക്കുന്നത് കണ്ടറിയാം. ഇപ്പുറത്ത് വേറെ കിടപ്പുണ്ട്. ഈ അപ്പോളോ വിളിച്ചു കയറ്റുമാണ്. അപ്പോളോ ക്രൂയിസിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലുകാരുടെ അല്ല, വേറെ അപ്പോളോ പിടിച്ചിട്ട് അവിടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ കയറിയ നമ്മളെ ആരും
ഞങ്ങളാ ഷമീർ കണ്ടോ ഊമ്പി ആ നമ്മളെ ആരും കയറ്റാനില്ല നമ്മളെങ്ങനെയും ചാടി കയറിക്കോളാം പോമീരെ കണ്ടോ ഞങ്ങൾ ക്രൂസിലേക്ക് പോവാണ് ഞങ്ങൾ ഇത് ഞങ്ങൾ ഹോട്ടലിനകത്ത് കൊണ്ടിരുത്തിയ പോലെയാണ് അത് ആദ്യം തന്നെ വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇതാണ് ക്രൂസിൻ്റെ അകത്ത് വശം ഇതാണ് ഈ ക്രൂസ് ഷിപ്പിൻ്റെ കൊടുത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്രൂസിനകത്ത് നമ്മൾ വിചാരിച്ച ആദ്യം ഇത് മദ്യമാണെന്ന് വിചാരിച്ചു. ഒന്നുമല്ല, പുള്ളിക്കാരെ കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞ് കട്ടൻ ചായയാണ്. ഇതൊക്കെ നമ്മളവിടെ ഇതിനകത്തോടെ പോയിട്ട് റിവേഴ്സ് എടുത്തോണ്ടാണ് പോകുന്നത്. ഇങ്ങനെ എന്താ റിസോർട്ടാണ്.